ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് നാട്ടിലെത്തിയിട്ട് ഫസ്റ്റ് വീഡിയോ ആണ്. നാട്ടിലെത്തിയതിന്റെ ശേഷം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു പരിപാടിക്ക് പോയിട്ട് ഇങ്ങനെ വരികയാണ്. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ കൂടെ ചിലക്ക് പറയാ എന്തെങ്കിലുമൊക്കെ പറയേ. അനീസ് കൂടെ പൊത്തി പിടിച്ചിരിക്കണേ. നീ നാട്ടിലെത്തിയിട്ട് കാണാം. അതേതാണ് മുട്ട് പിന്നെ ഇങ്ങോട്ട് തുറക്കുമ്പോ നാട്ടിലെത്തും. ഇൻട്രോ മഞ്ചേരിയൊക്കെ പോവാണ്ട് ദിവസം നമുക്ക് അങ്ങനെ പതിനാലൊന്നും ഇല്ലടാ. നമുക്ക് എല്ലാ മാസവും ഉണ്ടല്ലോ വയനാട്. അതെ, നമുക്ക് ശനിയാഴ്ച. നമ്മളെ അഷറഫിന്റെ കുട്ടീനാണോ പോവാണ്. കുട്ടിയോ അൺബോക്സിംഗ് വീഡിയോ കുട്ടീനെ അഷറഫ് പെട്ടിയിലാക്കി വെച്ചിരുന്നു. ഇതോ വ്ളോഗ് ഇടൂല. ഞാടും, എനിക്ക് അങ്ങനത്തെ ഒരു തേങ്ങയില്ല. ഈ പറഞ്ഞ മഹാന്മാരൊക്കെ തിരക്കൂട്ടിക്കൊണ്ടിരിക്കാണ്. എങ്ങോട്ട് പോയാല് പെട്ടെന്ന് പെരയിലെത്തണം ചിലർക്ക്, പെട്ടെന്ന് നാട്ടിലെത്തണം ചിലർക്ക്. എന്താണ് അറിയോ ചില വ്യക്തിത്വങ്ങൾ. പാവ ഞാനും നമ്മളൊരു കമ്മിറ്റിയിലുള്ളല്ലോ. കൂടുതല് അപ്പൊ ഈ ഫെബ്രുവരി 14 പല മാളുകളിലും അവിടെ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ഇടട്ടോ. ഇനി നമ്മളവിടെ കണ്ട അത് പ്രത്യേകിച്ച് കമന്റ് ചെയ്തണ്ട അല്ലേ? അത്രേ ഉള്ളൂ. ഇന്നലെ രാത്രി ഞങ്ങള് കോഴിക്കോട് പോയി. ഞാനും സുഫേലിനെ അറിയോ? വൈറ്റമിന്റെ വൈറ്റമിന് ഞങ്ങള് എന്താ നിലമ്പൂര് പോയിട്ട് ഇങ്ങനെ വരുമ്പോ നാളെ വാലന്റൈൻസ് ഡേ അല്ലേ, 12 അല്ലേ, നമുക്ക് വെല്ല പോയൊക്കെയാന്ന് പറഞ്ഞാണ് പോയി. എന്റെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും വിചാരിച്ചാ പോയത് ഞങ്ങള്. പക്ഷേ അവിടെ ചെന്ന് നോക്കുമ്പോ ഫുള്ള് വേറെ പ്രോഗ്രാമാ. ആകെ കിളി പോയി. ഞങ്ങളെല്ലാം റിട്ടേൺ പോന്നു. ഹലാലാക്കാൻ വേണ്ടിട്ടുള്ള ശ്രമത്തിലാണ്. ഫെബ്രുവരി 14 രാവല്ലത്. അതെ, 14 രാവാണ്. പിന്നെ നമ്മളെ മൈക്കില്ലാത്തോണ്ട് വോയിസ് എത്രത്തോളം ക്ലിയർ ആണ് കേട്ടോ. കാറിന്റെ ഉള്ളിലല്ലേ അപ്പൊ തേങ്ങ പറയണേ. മൈക്ക് എടുക്കാൻ പറഞ്ഞ കാഴ്ച, അതുകൊണ്ട് നമുക്ക് എത്രത്തോളം കിട്ടുമെന്ന് നമുക്കറിയില്ല. അത്രേ ഉള്ളൂ. അതെ അതെ അതെ, നമുക്കൊരു മൈക്ക് ആയെങ്കിലോ മൈക്ക് ഉണ്ട്. ഇന്നലെ എടുത്ത് അവിടെ വെച്ചതാ. ഞാൻ ഇന്നത് പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ ആ മോലേരി മൊല്ലാക്കാനും കയറ്റാനാ വിചാരിച്ചത്. അതാവുമ്പോ ദൂരസ്കരിച്ചാട് നാട്ടിൽ എത്താലോ കഴിച്ചിലായിട്ട്. ഇങ്ങളൊക്കെ നിക്കാനില്ല, അവിടെ എത്തുമ്പോഴാ അറിയണേ. ഇനി 2-4 ദിവസം കഴിയുമ്പോ ഒരു പൊക്കിയും പിടിച്ചും കാണും ചിലപ്പോ. അത് പറയില്ല, അത് പറയില്ല. അങ്ങനത്തെ ടീമാങ്ങള് അല്ല. ഷാബിന്റെ സംബന്ധാ ഞാൻ അവന് സ്റ്റോറി എന്നാണ് ചോദിച്ചു. അപ്പൊ പറഞ്ഞേ ജസ്റ്റ് എൻഗേജ്. അത്രയുള്ളൂ. അതിപ്പോ തീർന്ന് എന്ത് സംഭവിച്ചേ? മുട്ടായെടുത്തോ പോയി. അല്ല, നിങ്ങള് ആരും ഇല്ലേ? ഇനി അപ്പൊ അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമ്മളോട് പറഞ്ഞില്ല എന്നാന്ന് വെച്ചാൽ നമ്മളോട് വരണ്ടാണ്. ഓനെ പറച്ചില് അപ്പൊ നമുക്ക് പെട്രോൾ അടിച്ചോ? പെട്രോൾ തീരാനായി. പെട്രോൾ അടിക്കൽ ബസ്സാണ്. വണ്ടി ഓടണമെങ്കിൽ നമുക്ക് പെട്രോൾ ആവശ്യമാണ്. അങ്ങോട്ട് ക്യാമറ കാണുന്നില്ല. AC ഇട്ടാണോ? AC പെടണ്ടല്ലോ. മസിലാണോ? നാട്ടിൽ വന്നാ നമുക്ക് ഇങ്ങനൊക്കെ എപ്പോഴെങ്കിലും ഇടയ്ക്കൊക്കെ ഓരോ കല്യാണം, ഓരോ സൽക്കാരം, ഇതൊക്കെയാണ് കിട്ടുക വല്ലപ്പോഴും.
മറ്റേ കട്ടിലെടുക്കണത് വിചാരിച്ചില്ല എന്താ വിചാരിച്ച പറയേ ഒന്നും കട്ട് ചെയ്യലട്ടോ ഇത് ആകെ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ലൈവ് ഇട്ടാ പോലെ ആരെ പാട്ടറിന് ആരെങ്കിലും ഉണ്ടോ പാട്ട് പാടാൻ? സിനു പാട്ട് പാട് സിനു. അതിന് പാട്ട് പാടില്ലായിരുന്നു. നാട്ടിലെത്തിയിട്ട് വരാറുണ്ട്. ആയില്ല ബാക്ക്ഗ്രൗണ്ട് നല്ല ചൂടാ അവിടെ നമ്മള് അടുത്ത പ്രാവശ്യം ഉണ്ടായതിനോട് പറഞ്ഞിട്ട് അവിടെയും കൂടി AC സെറ്റ് ഒരു തോളടാ. ഇനി ഡോർമലൊക്കെ ഓരോ തോള ബാക്കിത്തെ മാത്രമൊന്നും കൂട്ടാൻ പറ്റില്ല. അത് മൊത്തം 19 അപ്പൊ ശരി. ഇനി എന്തിണ്ടെങ്കിലേ കൊറേ ടൈം വെറുതെ കയറാനല്ലാതെ ഇവരൊന്നും പറയണില്ല. അപ്പൊ ശരി, എല്ലാരും ഒരു ഗുഡ് കൊടുത്താണ്. കഴിഞ്ഞില്ലേ? പമ്പ് കാരണോ? എന്നായിക്കോട്ടെ.